ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ്. ശരിയാണ്. എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടിയാണിത്. ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട വക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും വി മുരളീധരനും BL സന്തോഷും കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു. ഹിന്ദുത്വത്തിൻ്റെ അകത്ത് ഹിന്ദുത്വമുണ്ട്, ഞാൻ ഈഴവയുമാണ്, മറ്റത് മൃഗീയ ഹിന്ദുത്വമുള്ളവരാണ് അവരെന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സുരേന്ദ്രൻ മുരളീധരനും അതല്ലേ, അവരെന്താ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത്? അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, പരിമിതികളുള്ള സ്ത്രീയാണ്, പരിഗണനകളുടെ പിറകെ ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി. ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗം ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസിലുണ്ട്, ബിന്ദു കൃഷ്ണ. സൈക്കിള് ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല, അതെൻ്റെ വിഷയമല്ല. ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ്, എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട്, പക്ഷേ നമ്പർ 2 എന്നോട് താല്പര്യമില്ല. പിന്നെ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു തസ്തിക സംഘടിപ്പിക്കണം. അതിനെനിക്ക് 1 കോടി രൂപ കൊടുക്കണം. ഞാൻ ചോദിച്ചാൽ എവിടെ കൊടുക്കണം? പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് LG പോണ്ടിച്ചേരി കിട്ടും, ലെഫ്റ്റനൻറ്റ് ഗവർണർ. പറയുമ്പോൾ എനിക്ക് നല്ല കാര്യം. എൻ്റെ കയ്യിൽ 80 ലക്ഷമുണ്ട്, 20 ലക്ഷത്തിൻ്റെ കുറവുണ്ട്. എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് 20 തന്നാൽ 1 കോടി രൂപ തികയും. ഞാൻ പറഞ്ഞു, ഞാൻ തരില്ല, 10 ലക്ഷം രൂപ തരും, അതും അക്കൗണ്ട് വഴി. ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല്. ഒരു ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിക്ചറിലില്ല. എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല. എന്ത് നേരത്തെ പറയാണ്ടിരുന്നെന്ന് വെച്ചാൽ മനസ്സിലായില്ല. താങ്കൾ ചോദിച്ച ചോദ്യം ഒന്ന് കൃത്യമാക്കി. 4/1/23 അതല്ലേ ബ്രദർ? ഞാൻ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ ശോഭാ സുരേന്ദ്രനോട് ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെൻറ്റുകൾ എന്നാവശ്യപ്പെട്ട് കത്തയക്കണ്ടല്ലോ. ഒന്നല്ലല്ലോ, 2 ബൈ സ്പീഡ് പോസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പണം തരാൻ പറഞ്ഞു. അവരെൻ്റെ ഫോൺ എടുക്കാണ്ടായി. ക്രൈം നന്ദകുമാറിനെ മീഡിയേറ്ററായിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചു. അവരെ ബുദ്ധിമുട്ടിക്കണല്ലോ. അപ്പോൾ പറഞ്ഞു, പാർലമെൻറ്റ് ഇലക്ഷൻ വരട്ടെ. വന്നു. ഞാനതല്ലേ പറഞ്ഞ, കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടില്ല ഗ്രാമീണ ജനതയ്ക്ക് പോലെ, അതുപോലെ പണമുറപ്പ് പദ്ധതിയായിരുന്നു കാൻഡിഡേറ്റ്ഷിപ്പ്. പണം കിട്ടിയില്ല, പണം പോയി, ആ പാലക്കാരൻ കൊണ്ടുപോയി. 100 കടന്നില്ല, എൻ്റെ പണം തന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞു, ഇവരൊരു ദിവസം ഞാൻ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴെങ്കിലും ഞാൻ ഇവരെന്നോട് പറയും ഞാൻ തരാമെന്ന്. ഇവർ മിണ്ടാണ്ട് പോയി. പ്രിയദർശൻ വിളിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴും മോഹൻദാസ് അപ്പുറത്തിരുന്ന് കച്ചവടം ഉറപ്പിക്കുന്നുണ്ട് CPI കാരുമായിട്ട്. ഈ മോഹൻദാസ് ഇവരെ വിറ്റ്, ഇവരറിയാതെ മോഹൻദാസിൻ്റെ വിൽപ്പനയ്ക്ക് കീഴടങ്ങിയ ലേഡിയാണ്. ഇവർ വളരെ ആദർശശുദ്ധിയും പരിഭാവനതയുള്ള ലേഡിയായിരുന്നു. ഇപ്പോൾ ഇവർ തട്ടിപ്പിൻ്റെ ഗൂഢസംഘത്തിൽ പെട്ടുകഴിഞ്ഞു. കാരണം ഇവർക്ക് പോണ്ടിച്ചേരി LG ആവാൻ പോണ്ടിച്ചേരിയിലെ BJP സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി BJPയുടെ അല്ല, ആ മുഖ്യമന്ത്രിക്ക് കൊണ്ട് 1 കോടി രൂപ കൊടുത്താൽ അദ്ദേഹം അമിത്ഷായോട് പറയും ശോഭയെ LG ആയിട്ട് കിട്ടാൻ. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നത്തിൻ്റെ കൂടെ പോയി 1 കോടി രൂപ പോയി. അതിനകത്ത് എൻ്റെ 10 ലക്ഷം കിട്ടും. ഇനി ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള EP ജയരാജൻ, എന്നെയും EP ജയരാജനെയും കാണാൻ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവദേക്കർ വന്നു, കണ്ടു, സംസാരിച്ചു. എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പോൾ EP ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയൻ്റെ കീഴിലെ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെൻ്റെ ഉറപ്പല്ല, എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് EP ഉറപ്പ് തരുന്നു. ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാരനെയും കൂട്ടിക്കോ. EP പറഞ്ഞു നടക്കൂല.